കൊല്ലത്ത് മുകേഷിന്റെ MLA ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം നടക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അരുൺ രാജ് ഉണ്ട്. അരുൺ, വലിയ പ്രതിഷേധമാണല്ലോ കൊല്ലത്ത് മുകേഷിനെതിരെ. അല്പസമയവുമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം രാഹുൽ മങ്കുട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തത്. ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് മറികടന്ന് MLA ഓഫീസിലേക്കുള്ള കടക്കുകയാണ്. അവിടെ പോലീസ് വലിയ ഒരു ബാരിക്കേഡ് രണ്ടാമതും സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തു. കാരണം പോലീസുകാർ ഈ പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുന്ന സംഭവം വരെ ഉണ്ടായി. ഇതിനുശേഷമാണ് പോലീസിന് നേരെ പ്രവർത്തകർ തിരിഞ്ഞത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ഈ പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനെ ഈ പോലീസുമായി നേരിട്ടുള്ള ഒരു യുദ്ധം അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുകയാണ്. പ്രധാനമായും MLA സ്ഥാനം മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം ഉണ്ടായത്. ഈ പ്രകടനം ഈ MLA ഓഫീസിന് 200 മീറ്റർ മുമ്പിലാണ് പോലീസ് തടഞ്ഞത്. പക്ഷേ ആ ബാരിക്കേഡ് ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറെ പ്രധാനം. പക്ഷേ അവിടെയൊന്നും ഈ പോലീസ് പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിട്ട് ഒരു തർക്കത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയടക്കം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ വനിതാ പ്രവർത്തകരടക്കം ഈ ദൃശ്യങ്ങൾ കാണാം. വനിതാ പ്രവർത്തകരടക്കം ഈ പോലീസുമായി നേരിട്ട് വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു ദൃശ്യമാണ്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാം. അങ്ങനെ പോലീസ് വീണ്ടും ഈ പ്രവർത്തകരെ മാറ്റുവാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ അത് നേരിട്ട് വീണ്ടും കയ്യാങ്കളിലേക്ക് പോവുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് പരമാവധി ശ്രമം നടത്തുന്നു. ചില പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ ഈ മുതിർന്ന നേതാക്കളും പോലീസും ഈ ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്. പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജാണ് പോലീസ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ സമീപനം പാലിച്ച പോലീസ് തുടർന്ന് ഇപ്പോൾ ലാത്തി വീശിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലടക്കം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരടക്കം ഈ പ്രകടനത്തെ ഉണ്ട്. ഈ പ്രകടനത്തിൽ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ലാത്തിച്ചാർജ് അടക്കം ഉണ്ടായത്. നിരവധി പ്രവർത്തകർക്ക് ഈ ലാത്തിച്ചാർജിലടക്കം പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ പരിക്ക് പറ്റിയ പ്രവർത്തകരടക്കം ഈ സ്ഥലത്ത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വനിതാ പ്രവർത്തകരടക്കമുണ്ട്. അവരെ മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഒരുപക്ഷെ കൂടുതൽ പോലീസ് സംവിധാനം ഇവിടേക്ക് എത്തി ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമായിരിക്കും ഇനി ഉണ്ടാവുക. എന്തായാലും ACP കൊല്ലം സിറ്റി ACP അടക്കമുള്ളവർ നേരിട്ടെത്തിയാണ് ഇത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നത്. എന്തായാലും കൂടുതൽ പോലീസിനെ അടക്കം ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ വിന്യസിക്കാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിട്ടൊരു നേരിട്ടുള്ള ഒരു പോരിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കൊല്ലത്ത് നിന്ന് കാണാൻ കഴിയുന്ന ദിവസങ്ങളിലേക്കാൾ കുറച്ചുകൂടി സമരം കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. കുറച്ചുകൂടി സമരത്തിന്റെ ഒരു രൂപം മാറ്റുകയാണ്, ഒരു ഗതിയെ തന്നെ മാറ്റിമറിക്കുകയാണ്. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വശത്തുണ്ടാകുന്നു. പക്ഷെ അത് എത്രത്തോളം വിജയം കാണുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം മുതിർന്ന നേതാക്കളുമായി ഉന്നത ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. കാരണം പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകാതെ ഈ സമരം അവസാനിപ്പിക്കണം. ഈ ദൃശ്യങ്ങൾ കാണാം. ദൃശ്യങ്ങൾ കാണാൻ തന്നെ ഇപ്പോൾ ഈ CI അത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇദ്ദേഹം കൊല്ലം വെസ്റ്റ് CI ആണ്. അദ്ദേഹത്തിന്റെ കാലിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റുന്ന കാഴ്ച അദ്ദേഹം ഈ പ്രകടനം നേരിടുന്നതിനിടയിലാണ്, ഈ മാർച്ച് നേരിടുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്. പള്ളിത്തോട്ടം CI ഫയാസ് സാറിനാണ് പരിക്ക് ഏറ്റിട്ടുള്ളത്. എന്തായാലും അങ്ങനെ പോലീസുകാർക്കും പരിക്കുണ്ട്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസുകാർക്കടക്കം പരിക്ക് പറ്റി. അവരെ ഈ സമയം ഇവിടെ നിന്ന് മാറ്റുകയാണ്. പ്രവർത്തകർക്കൊപ്പം പോലീസുകാർക്കും പരിക്ക് പറ്റുന്ന കാഴ്ച. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം പോലീസ് പ്രതീക്ഷിച്ചതിനപ്പുറം, പോലീസിന്റെ എല്ലാ കണക്കൂട്ടലിനപ്പുറമുള്ള ഒരു രൂപത്തിലേക്ക് മാറി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തതിന് തൊട്ട് പിന്നാലെ ഈ സമരം പോലീസിന് നേരെ, അല്ലെങ്കിൽ പോലീസിന്റെ എല്ലാ ബാരിക്കേഡുകളും മറികടന്നിട്ട് പോലീസിന് നേരെ തിരിയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും
എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്ന വനിതാ പോലീസുകാർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വനിതാ പോലീസുകാർക്കടക്കം ഈ മാർച്ച് ഈ തടയുന്നതിനിടയിൽ സാരമായ രീതിയിലുള്ള പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ അല്ലെങ്കിൽ ഈ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷത്തിനിടയിലാണ് ഈ പരിക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മുതിർന്ന നേതാക്കളടക്കം ഇപ്പോഴും സ്ഥലത്ത് നിൽക്കുകയാണ്. ഈ ബാരിക്കേഡ് മറികടന്നു പോയ പ്രവർത്തകരെ അടക്കം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് മുകേഷിന്റെ MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിലുണ്ട്. പോലീസുമായി നേരത്തെ ചെറിയ സംഘർഷമുണ്ടായി. പോലീസുമായി പ്രവർത്തകർ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ CI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പരിക്കുണ്ട്. ചില പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാരിക്കേഡ് മറികടക്കാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. പോലീസ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറുഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ അത് തിരുവനന്തപുരത്ത് നിന്നാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന വേദിയിൽ ഔദ്യോഗിക ലോഞ്ച് വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മോഹൻലാൽ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിൽ മോഹൻലാലിന്റെ പ്രതികരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചടങ്ങ് പൂർത്തിയായ ശേഷം എല്ലാവരെയും പുറത്തിറക്കിയതിനു ശേഷം മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിക്കും. വിവാദ വിഷയങ്ങൾ അദ്ദേഹം പ്രതികരിക്കുമെന്ന് സലീം മാലിക് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ലോഞ്ചുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കായിക മന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ വേദിയിൽ ഉണ്ട്.